ഗുഡ് മോർണിംഗ്. രാവിലെയാണെങ്കിൽ അച്ചയ്ക്ക് നല്ല പാലപ്പം മുട്ടക്കറി വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വേഗം പാലപ്പം മുട്ടക്കറി ഉണ്ടാക്കാൻ പോവാം. ആദ്യം മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ചോദിക്കും പാലപ്പത്തിന് തലേദിവസം അരച്ച് വെക്കണ്ടേ, മാവ് പൊങ്ങണ്ടേ എന്നൊക്കെ. ഇത് ഞാൻ ആക്ച്വലി മേടിച്ച മാവിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അതിൽ കുറച്ച് പഞ്ചസാര ഈസ്റ്റും കലക്കി 1 മണിക്കൂർ വെച്ചു. നല്ല വേഗം പൊങ്ങി വരും. 1 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ പെട്ടെന്നുണ്ടാക്കിയ പാലപ്പം മുട്ടക്കറിയാണ്. അങ്ങനെ എല്ലാ സാധനങ്ങളും അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓർത്ത് കറിവേപ്പിലയില്ലാന്ന്. കറിവേപ്പില എടുക്കാൻ വേണ്ടി വേഗം ഞങ്ങളുടെ തോട്ടത്തിലോട്ട് പോയി. അങ്ങനെ കറിവേപ്പിലയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇന്ന് ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ്. സ്പെഷ്യലൊന്നുമല്ല, ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. കുക്കറിലാണ് ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കുറേ കണ്ടു. അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് വേഗം ഉണ്ടാക്കിയതാണ്. പിന്നെ ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, സബോള ഇട്ടു, പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പില ഇട്ടു, തക്കാളിക്ക ഇട്ടു. വഴട്ടൊന്നും വേണ്ട, എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കുക്കർ അടച്ച് വെക്കുക. ഒരു 2 വിസിൽ വേണം. കാരണം ഞാൻ 2 വിസിൽ വെച്ചിട്ടാണ് വെച്ചത്. കുഴപ്പമില്ലായിരുന്നു. 2 വിസിൽ വെച്ചിട്ട് വന്നു. നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ പച്ചമുളക് ഇട്ടായിരുന്നു, പറയാൻ മറന്നു. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അതവിടെ സൈഡിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ പാൻ വെച്ചു. എണ്ണ ഒഴിച്ച് മസാല വേറെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ പൊടികളെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എല്ലാ പൊടികളും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാനിപ്പോൾ ഒരു 2-3 വർഷമായിട്ട് എല്ലാം നാട്ടിലെ പൊടി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ പൊടികളും ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ആദ്യം ഇട്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാല, ഗരം മസാല എല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു. എണ്ണ ചൂടായിട്ട് നല്ല സിമ്മിലിട്ടിട്ട് വേണം പൊടികൾ ഇടാൻ, ഇല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ പൊടിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മുടെ കുക്കറിൽ വെന്ത സവോളയും തക്കാളിക്കെല്ലാം കൂടെ ഈ കൂട്ടിൻ്റെ അകത്തോട്ടിടുക. പിന്നെ ഉപ്പ് നോക്കിയിട്ടിടുക. പിന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചായിരുന്നു, കുറച്ച് കറി ചാറായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പപ്പായ്ക്ക് നല്ല ചാറ് കറിയാണെന്ന് പറയുന്നത് ഇപ്പോഴും. അങ്ങനെ കുറച്ച് ചാറാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ മുട്ട പുഴുങ്ങിയത് ഇട്ടു. ഇത് ഞാൻ ഇടയ്ക്ക് വരഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ, ഉള്ളിലോട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡിയായി. ഇനി നമുക്ക് പാലപ്പം ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഓൾറെഡി, ഞാൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാവൊഴിച്ച് നല്ല അടിപൊളി സൂപ്പർ പാലപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി പാലപ്പം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അച്ചയ്ക്ക് നല്ല സൂപ്പർ പാലപ്പം മുട്ടക്കറി ഉണ്ടാക്കി കൊടുത്തു. ഓക്കെ, ബൈ.